ഹലോ. ഒരു ഗുളിയൊക്കെ പാസ്സാക്കി ഓടി വന്ന് ആദ്യം തുറന്നത് ഫ്രിഡ്ജ്. വേറെ ഒന്നിനുമല്ല, ചായ ഇടാനുള്ള പാലെടുത്ത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രിഡ്ജ് ഫ്രീസറും അതിൻ്റെ അടിയെല്ലാം കട്ടയായിട്ടിരിക്കണം. എന്ത് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഈ സംഭവം അലിഞ്ഞു പോകുന്നേ ഇല്ല, പാറ പോലെ പിടിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. നമ്മൾ 18 അടവും പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിങ്ങനെ അതിൽ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അതിനെ എടുത്ത് വെള്ളത്തിലിട്ടാൽ മാത്രമേ നമുക്ക് ചായ ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് തല്ലി പൊട്ടിച്ചൊക്കെ സാധനം എടുത്തിട്ടുണ്ട്. അതെടുത്ത് വെള്ളത്തിട്ടിട്ട് നേരെ വെളിയിൽ പോയി അങ്ങ് കാത്തിരിക്കുകയാണ്. വേറെ ആരെയല്ല, എൻ്റെ ഉമ്മയെ കാത്തിരിക്കുകയാണ്. എൻ്റെ ഉമ്മ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ്. പോയിട്ട് തിരിച്ച് വരുമ്പോൾ എന്തായാലും ഒരു പൊതി കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, പലഹാരം. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ്. റംസാൻ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതാണ്. ഇത് അവനെ കൊണ്ടുപോകണ ചേച്ചി വരുന്നത് വരെ അവൻ ഇങ്ങനെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും. അപ്പം പാലൊക്കെ തണുത്തതിന് ശേഷം ഞാൻ കയറി വന്നു, ചായ ഇട്ട് കഴിഞ്ഞ് അത് പാത്രത്തിലൊക്കെ ആക്കി വെച്ച് ഈ ചായയുടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും തന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് റംസാൻ കുഞ്ഞായിരുന്നപ്പോൾ ആരെന്ത് വാങ്ങിക്കൊണ്ടുവന്നാലും റംസാൻ്റെ കൈ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, എല്ലാം റിദാനിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉമ്മ കൊണ്ടുവന്ന സാധനം അവൻ്റെ കയ്യിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നല്ല ബഹളമായിരുന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അതുകൊണ്ട് നേരെ ഹോളിലോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര വലുതായെന്ന് പറഞ്ഞാലും ഈ സ്നേഹമൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നവർക്ക് അതിൻ്റെ ഇതറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരെ ഇതുകൊണ്ട് ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കരുതും ഇത്രയും അധികം എന്തിനാണ്, ഇത് വേറെ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം നോക്കിയാണ് മേടിച്ചോണ്ടത്. ഇങ്ങനെ എനിക്ക് ഉള്ളിവടയാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്ക് ഉള്ളിവട. ഉമ്മാക്ക് എന്താ അല്ല വാങ്ങുക, അത് ഗോതമ്പ് മാവിൽ എന്തൊക്കെയോ ചേർത്തുണ്ടാക്കുന്നതാണ്. പിന്നെ റിദാൻ കുട്ടനിക്ക് ഉഴുന്നുവട, റംസാനക്ക് വാഴയ്ക്ക. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്താ നല്ല ചൂട് ചായയും ഉള്ളിവടയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുപോലെ അച്ഛനും അമ്മയോ അതെ ഉമ്മയും പാപ്പയൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പൊതിയും കാത്തിരിപ്പുണ്ടോ ഉള്ള ഒരു കമൻറ്റ് ചെയ്യുക. പത്രങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.